ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നന്ദുവിൻ്റെയും അനിയുടെയും നിപ്പ് കണ്ട് ആകെ പേടിച്ച് വിറച്ച് കനക തലയ്ക്ക് കയ്യും കൊടുത്ത് ഗോവിന്ദേട്ടാ എന്നും പറഞ്ഞ് വിളിക്കുക. ഇത് കണ്ടതും ഗോവിന്ദനും ഓടി വന്നു. എന്ത് പറ്റി കനക? ദേ നോക്ക് ഗോവിന്ദേട്ടാ, ഇത് നോക്ക്, നമ്മുടെ മോളും ഈ അനിയും കാണിച്ച പണി നോക്ക്. അത് കേട്ടതും എന്താ മക്കളെ ഇത്? എന്തിനാ നിങ്ങൾ ഇങ്ങനൊരു കാര്യം ചെയ്തത്? അത് പിന്നെ ഞങ്ങൾക്ക് പറ്റുന്നില്ല അങ്കിൾ, എത്രയെന്ന് വെച്ചാൽ എല്ലാം സഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഇല്ല, ഒരിക്കലും ഇങ്ങനൊരു തീരുമാനം നിങ്ങൾ എടുക്കാൻ പാടില്ലായിരുന്നു. എൻ്റെ 2 പെൺമക്കളും നിങ്ങളുടെ കുടുംബത്താണ്. ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ മക്കൾക്ക് ജീവിക്കാനുള്ള യോഗ്യതയില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇനിയും ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഞങ്ങളുടെ മക്കൾ അനുഭവിക്കുന്ന വേദനകൾ അതുപോലും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ മോനെ അനി, നീ എന്തിനെങ്ങനൊരു കാര്യം ചെയ്തത്? എൻ്റെ 3ാമത്തെ മോളെ കൂടെ സങ്കടപ്പെടുത്താൻ വേണ്ടിയാണോ? അവൾക്ക് ജീവിക്കാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ നയനമോളും നവ്യമോളും അനുഭവിക്കുന്ന വേദനകളൊന്നും നീയും കാണാതിരിക്കുന്നില്ലല്ലോ. കാണുന്നതല്ലേ, എന്നിട്ടും എന്തിനെങ്ങനെ ഒരു തീരുമാനം എടുത്തേ? നന്ദുമോളെ, ഒരിക്കലും പാടില്ല. നീ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു. എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഈ ബന്ധം നമുക്ക് വേണ്ട. നിൻ്റെ 2 ചേച്ചിമാരും അനുഭവിക്കുന്ന വേദന നീ അനുഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ താലി അങ്ങോട്ട് അഴിച്ചു മാറ്റിയേക്ക്. ഈ താലി നിനക്ക് നിരന്തരമല്ല. പറ്റില്ലമ്മേ, കെട്ടുതാലി പൊട്ടിക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്നും നന്ദു പറയുക. ഓഹോ, അത്രയ്ക്കായോ നീ? നിൻ്റെ ഈ കെട്ടുതാലി പൊട്ടിക്കാൻ പോലും നിനക്ക് പറ്റില്ല അല്ലേ? നിൻ്റെ അച്ഛനെ അമ്മയും വേദനിപ്പിച്ചിട്ട്, നിൻ്റെ ചേച്ചിമാരെ വേദനിപ്പിച്ചിട്ട്, നിൻ്റെ സമാധാനം തല്ലിക്കെടുത്തിയിട്ട് ഈ കെട്ടുതാലിയാണ് നിൻ്റെ ജീവിതത്തിന് ഏറ്റവും വലുതെങ്കിൽ ഉറപ്പായിട്ടും ഈ അമ്മ ഇനി ജീവിച്ചിരിക്കില്ല. എന്നെ കൊന്നിട്ട് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോടി എന്നും പറഞ്ഞുകൊണ്ട് കനക ആ തൂണിൽ തലയിട്ട് ഇങ്ങനെ അടിക്കുക. ഭയങ്കരമായിട്ട് അടിക്കുക. ചത്തുപോട്ടെ, ഇനിയൊരു മോളും കൂടെ ജീവിതം തകർന്നു പോകുന്നത് കാണാൻ എനിക്ക് പറ്റുന്നില്ല. ചാകട്ടെ എന്ന് പറഞ്ഞ് കനക അടിച്ചുകൊണ്ടേയിരിക്കണം. അത് കണ്ടത് എല്ലാവരും അമ്മയെന്ന് വിളിച്ചിട്ടും ഒരു രക്ഷയില്ല. കനക അടിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ കനക സ്വപ്നം കണ്ട് ചാടി എഴുന്നേറ്റു എന്നും പറഞ്ഞ്, ഈശ്വര, എൻ്റെ മോളെക്കുറിച്ച് ഞാൻ എന്തൊക്കെ സ്വപ്നമാണ് കാണുന്നത്? ദൈവമേ, എന്തിനാണ് ഞാൻ ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കാണുന്നത്? ഇല്ല, പാടില്ല, ഇങ്ങനെയൊരു സ്വപ്നം ഞാൻ കാണാൻ പാടില്ലായിരുന്നു. എൻ്റെ മോളൊരു പാവ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദുവിൻ്റെ തല തടകുക. അപ്പോഴേക്കും നന്ദു ചാടി എഴുന്നേറ്റു. എന്താ അമ്മയ്ക്ക് ഉറക്കം വരുന്നില്ല മോളെ? അമ്മ ഇങ്ങനെ ഓരോന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് ഉറക്കം വരാത്തത്. എന്നിങ്ങനെ എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിക്കുന്നേ? മോളെ, നിന്നെക്കുറിച്ച് ഓർത്തിട്ടാ അമ്മയുടെ വേദന. അമ്മയ്ക്ക് പേടിയാ. ഓരോ ദിവസം പോകുന്തോറും അമ്മയ്ക്ക് നല്ല പേടിയാ. അമ്മ അങ്ങനെയൊന്നും പേടിക്കണ്ട. അമ്മയ്ക്ക് പേടിയല്ല, എന്നെ വിശ്വാസമില്ല അല്ലേ? അങ്ങനെയൊന്നും ഈ കുടുംബത്തെ ചതിച്ച് ഞാനൊന്നും ചെയ്യില്ല അമ്മയ്ക്ക് അറിയാം മോളെ. പക്ഷെ എന്നാലും എന്തോ ഒരു പേടി അമ്മയെ അലട്ടുന്നത് പോലെ. അതുകൊണ്ടാണ് അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇല്ലമ്മേ, സാരമില്ല, എനിക്കെല്ലാം മനസ്സിലാവും. അമ്മ വിഷമിക്കണ്ട. എന്തായാലും അമ്മ നന്നായിട്ട് ഉറങ്ങ്. അങ്ങനെ അമ്മ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നടന്നാൽ എനിക്കൊന്നേ പറയാനുള്ളൂ. സങ്കടം അമ്മയ്ക്ക് ഒരുപാടുണ്ടാവും. പിന്നെ വേണ്ട, ഈ സങ്കടപ്പെടലൊന്നും വേണ്ട. എനിക്കൊരു കുഴപ്പവും സംഭവിക്കില്ല. ഞാൻ അങ്ങനെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കത്തുമില്ല എന്നൊക്കെ പറഞ്ഞ് കനകയെ ആശ്വസിപ്പിച്ചിട്ട് നന്ദുവും കനകയും കിടക്കുവാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് അബിയാണ്. അബി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നടക്കുക. ഫോട്ടോസുകളൊക്കെ കൈ പിടിച്ചുകൊണ്ട് ഇപ്പോൾ എന്താ ചെയ്യുക? ആരെങ്കിലും ഒന്ന് കണ്ടാലേ വഴിയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അബി പതുക്കെ ആ ഫോട്ടോ കൊണ്ടുവന്ന് ഹോളിലിട്ടു. കൃത്യസമയത്ത് ആദർശേട്ടൻ വരുന്നുണ്ട്. ആദർശേട്ടൻ ഈ ഫോട്ടോ കണ്ട ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ തീർന്നു അതോടുകൂടെ എല്ലാം. എടി നവ്യേ, ഇതോടുകൂടെ നിൻ്റെ എല്ലാ കള്ളക്കളികളും ഞാൻ അവസാനിപ്പിക്കൂടി എന്നും പറഞ്ഞ് അബി ആ ഫോട്ടോ അവിടെ ഇട്ടിട്ട് അങ്ങോട്ട് പോവുക. ഈ സമയം ആദർശ് അത് മൈൻഡ് ചെയ്യാതെ നേരെ അങ്ങ് പോയി. അപ്പോൾ ആ സമയത്താണ് നയന ആ വഴി വരുന്നത്. താഴെ വീണ് കിടക്കുന്ന ഫോട്ടോ നയന എടുത്തിട്ട് അതൊക്കെ ഒന്ന് നോക്കി. ഇവളാണല്ലോ കണ്ടത് എന്നും ആലോചിച്ചുകൊണ്ട് അബി ഇങ്ങനെ നിൽക്കുക. ഈ സമയം നയന ഫോട്ടോസുകൾ കണ്ട് ഞെട്ടിപ്പോയി. ഈശ്വര, ഇതൊക്കെ എൻ്റെ ചേച്ചിയല്ലേ? എൻ്റെ ദൈവമേ, അല്ലെങ്കിൽ തന്നെ ഈ കുടുംബത്ത് പ്രശ്നങ്ങൾ മാറിയിട്ട് നേരമില്ല. ആ സമയത്ത് ചേച്ചി എന്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നും ആലോചിച്ചുകൊണ്ട് നയന ആ ഫോട്ടോയും കൊണ്ട് നേരെ നവ്യയുടെ അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് നവ്യയുടെ മേത്തേക്ക് ആ ഫോട്ടോ എറിഞ്ഞു. എന്താ ഇത്? എന്താന്നാ ചോദിച്ചത്? എന്ത് പറ്റി നയനെ? എന്താ ഈ കാണുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. ആരാ ഈ ഫോട്ടോയിലുള്ളത്? നിന്റെ കാമുകനാണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ മുത്തശ്ശനാകെ തകർന്നിരിക്കുക. നമുക്ക് ജീവിക്കാൻ ഒരു മനസ്സമാധാനം ഈ വീട്ടിലില്ല. അങ്ങനെയുള്ളപ്പോൾ വീണ്ടും ഓരോ പ്രശ്നങ്ങളും മനഃപൂർവ്വം വലിച്ചഴിക്കുകയാണോ ചേച്ചി നീ? അത് കേട്ടതും ഇല്ല നയനെ, ഞാൻ പറയുന്നത് നീ ഒന്ന് വിശ്വസിക്ക്. ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. വേണ്ട ചേച്ചിയുടെ എല്ലാ കള്ളത്തരങ്ങൾക്കും കൂട്ടുനിന്നതിനുള്ള ശിക്ഷയാണ് എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും എനിക്കത് സഹിക്കാൻ പറ്റില്ല. ചേച്ചിയുടെ ഒന്നും എനിക്ക് കേൾക്കണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരിക്കലും ഇതെനിക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല. വേണ്ട,
നീ ക്ഷമിക്കണ്ട. പക്ഷേ എനിക്ക് പറയാനുള്ളത് മുഴുവനും കേൾക്ക്. അത് കേട്ടിട്ട് നീ എന്താന്ന് വെച്ചാൽ ചെയ്യും. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് നയനെ. അത് കഴിഞ്ഞതിന് ശേഷം നീ എന്നെ കൊല്ലുവോ തിന്നോ എന്താന്ന് വെച്ചാൽ ചെയ്തോ. അത് കേട്ടതും എന്നാ പറ, ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? മോളെ, ഇവനെക്കുറിച്ചാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എന്നോടൊപ്പം പഠിച്ചൊരുത്തന്നെ ഇവൻ. പക്ഷേ ഇവൻ എന്നെ ഇപ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. വേറെ ഏതോ ആ പെൺകുട്ടിയുടെ ഫോട്ടോ അവൻ്റെ കൂടെ ചേർത്ത് വെച്ച് തല മാത്രം എൻ്റേത് വെട്ടിയെടുത്ത് അവൻ ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ വെറും കള്ളത്തരോ മോളെ. നെറ്റിൽ കയറിയ ഇന്നെല്ലാം ചെയ്യാം. അങ്ങനെയുള്ളപ്പോൾ നീ എന്നെ വിശ്വസിക്കണം. ഒരിക്കലും എൻ്റെ ഭർത്താവിനെ ഞാൻ ചതിച്ചിട്ടില്ല. ഒരിക്കലും ഈ അനന്തപുരി തറവാടിനെ ഞാൻ ചതിച്ചിട്ടില്ല. ചേച്ചി എപ്പോഴെങ്കിലും ചേച്ചി ഇവനെ സ്നേഹിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഇവൻ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാനിവനെ ഒഴിവാക്കിയതാ, ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് പോലും. അങ്ങനെയുള്ളപ്പോൾ ഇവനുമായിട്ട് എനിക്കൊരു ബന്ധമില്ല നയനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ മേലെ ഒരു തെറ്റുമില്ല എന്ന്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. നീ എന്നെ വിശ്വസിക്കണം. സത്യം ഞാൻ പറയുന്നത്. ചേച്ചി ഈ പറയുന്നത് സത്യമാണെങ്കിൽ ഉറപ്പായിട്ടും ഇവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ചേച്ചി ഇത് ചേച്ചിയുടെ ഭർത്താവിനോട് പറഞ്ഞോ? ഇല്ല, ഒരിക്കലുമില്ല. അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവനും അവൻ്റെ അമ്മയും കൂടെ ചേർന്ന് ഇതൊരവസരമാക്കി എടുക്കും. നമ്മളെ ഇവിടെ നിന്ന് ഇറക്കി വിടാനുള്ളൊരവസരം. അതുകൊണ്ടാണ് ഞാനിത് അവരോട് പറയാത്തത്. വേണ്ട ചേച്ചി, ഇത് അവരറിയണ്ട. അവരറിയാതെ തന്നെ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തായാലും ഇവൻ ചേച്ചിയെ പേടിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഇവൻ ചേച്ചിയുടെ ഉറക്കം കെടുത്തുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവന് നമ്മൾ ഒരു ശിക്ഷ കൊടുത്തേ പറ്റൂ. അത് ഞാൻ ചെയ്തോളാം. ചേച്ചി ധൈര്യമായിട്ടിരിക്കുക. എന്തായാലും എന്തൊക്കെ സംഭവിച്ചാലും എനിക്കൊരു കാര്യം പറയാനുണ്ട് ചേച്ചി. ചേച്ചി ഈ വീട്ടിലുള്ളവരെ വിഷമിപ്പിക്കരുത്. ഒരിക്കലുമില്ല നയനെ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അത് അബിയല്ലാതെ എൻ്റെ മനസ്സിൽ വേറെ ആരുമില്ല. പിന്നെ അബിക്ക് എന്നോട് ഇഷ്ടമില്ല. അബി എന്നെ കൊടുക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യും. ചിലപ്പോൾ ഈ സംഭവം അവർക്കൊരു സന്തോഷമുള്ള കാര്യങ്ങളായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പേടിയാണ് നയനെ. ചേച്ചി പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും. എന്തായാലും ഞാനിത് ആദർശേട്ടനോട് പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ സങ്കടപ്പെട്ട് നയന അങ്ങോട്ട് പോവുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്ന നന്ദുവിനെയാണ്. നന്ദു എവിടെ പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങുക. അപ്പോഴേക്കും കനക, നീ എവിടേക്കാണ് നന്ദുമോളെ? ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാമേ. നയന എന്നെ വിളിച്ചിരുന്നു. നയന മോൾ എന്നോട് എന്താ പറഞ്ഞെന്നറിയാമോ? നീ നന്നായിട്ട് പഠിച്ച് നല്ലൊരു ടെസ്റ്റ് എഴുതി പാസ്സായി എന്തെങ്കിലും ഒരു ജോലിക്ക് പോകണമെന്നാ. അത് കേട്ടതും അതിനെ ഇവിടെ ഇരുന്നൊന്നും പഠിക്കാൻ പറ്റില്ലമ്മേ. അതെന്താ പഠിച്ചാൽ? ഏത് നേരവും ചുറ്റിക്കറങ്ങി നടക്കാതെ ഇവിടെ ഇരുന്ന് വല്ലതും പഠിച്ചുവിടെ നന്ദു നിനക്ക്? ഇങ്ങനെ മാറി നടക്കുന്നത് ശരിയാണോ? ഇല്ലമ്മേ, എനിക്ക് കഴിയില്ല. വീട്ടിലിരുന്ന് പഠിക്കാൻ എനിക്ക് പറ്റില്ല. ഏതെങ്കിലും കോച്ചിങ് സെൻറ്ററിൽ പോകണം, അല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ നീ ഇപ്പോൾ പുറത്ത് പോകണ്ട. എന്താ അമ്മ ഇത്? എനിക്കൊന്ന് പുറത്ത് പോകണം, പുറത്ത് പോയേ പറ്റൂ എന്നും പറഞ്ഞ് നന്ദു വാശി പിടിക്കുക. ഇത് കേട്ടതും കനക, എന്തൊരു കഴുത്ത് വേന. എന്താ അമ്മേ, എന്തു പറ്റി? എന്താണെന്നറിയില്ല മോളെ. രാവിലെ മുതൽ കഴുത്തിനും നടുവിനും നല്ല വേദന. പണിയൊക്കെ ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നു. മോളൊന്നും സഹായിക്കാവോ അമ്മയെ? എന്തിനാ അമ്മേ ഇങ്ങനെ കള്ളം പറയുന്നേ? ഞാൻ പുറത്തു പോകാതിരിക്കാൻ വേണ്ടി അമ്മ പറയുന്ന കള്ളം എനിക്ക് മനസ്സിലാവില്ലെന്നാണോ അമ്മ കരുതിയത്? അമ്മ പേടിക്കൊന്നും വേണ്ട. അമ്മ വിചാരിക്കുന്നത് പോലെ എനിക്കൊന്നും സംഭവിക്കില്ല മോളെ. അമ്മയ്ക്ക് പേടിയാ. എൻ്റെ 2 മക്കളും നിൻ്റെ ചേച്ചിമാർ എന്തോരം വിഷമിക്കുന്നുണ്ടെന്ന് നിനക്കറിയാലോ. അങ്ങനെയുള്ളപ്പോൾ ആ വിഷമമൊന്നും കണ്ടില്ലെന്ന് നടിക്കാൻ അമ്മയ്ക്ക് പറ്റില്ല മോളെ. അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത്. അമ്മ പറയുന്നത് മോള് കേൾക്കണം. എവിടെയും പോരുത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് മോളെ. അനിയോടൊപ്പം മോള് പോകുന്നതൊക്കെ അമ്മ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അമ്മയ്ക്ക് പേടി. പിന്നെ അനാമികയായിട്ടുള്ള കല്യാണം നടക്കുന്ന സമയത്ത് മോൾ അതിനിടയിൽ പോയി ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇല്ലമ്മേ, അമ്മയ്ക്ക് എന്താ എന്നെ ഇത്രയ്ക്ക് വിശ്വാസമില്ലാത്ത? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ആദ്യമേ ചെയ്യുമായിരുന്നല്ലോ. ഒരിക്കലും എനിക്കിനി അനിയുടെ ജീവിതത്തിലേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ചെയ്യില്ല. എൻ്റെ 2 ചേച്ചിമാരുടെ ജീവിതം കണ്ടിട്ട് ഞാൻ ഒരിക്കലും അങ്ങനെ അങ്ങോട്ട് പോകുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അമ്മയ്ക്ക് അറിയാം മോളെ. പക്ഷെ എന്നാലും എന്തോ ഒരു പേടി മനസ്സിൽ കിടന്ന് അങ്ങനെ വിങ്ങുക. അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്. മോളമ്മയെ തെറ്റിദ്ധരിക്കരുത്. അമ്മയോട് ദേഷ്യപ്പെടരുത്. അത് കേട്ടതും എനിക്ക് അമ്മയോട് ഒരു ദേഷ്യവുമില്ല. എനിക്ക് നന്നായിട്ടറിയാം അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. എൻ്റെ ജീവിതം തകരരുതെന്ന് കരുതിയതുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. അമ്മ ധൈര്യമായിട്ടിരിക്കുക. അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദു ഇങ്ങനെ നിൽക്കുക. അമ്മയ്ക്ക് അത്രയ്ക്ക് സങ്കടമാണെങ്കിൽ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും എന്നും പറഞ്ഞ് നന്ദു അകത്തേക്ക് പോയി. ഇപ്പോഴാണ് സമാധാനമായത്. ഈശ്വര, ഈ പേടിയൊന്ന് മാറ്റിത്തരണേ. എങ്ങനെയെങ്കിലും അനിയുടെ കല്യാണം ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. അത് കഴിഞ്ഞാൽ ഈ പേടിയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കനക ഇങ്ങനെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് അനിയാണ്. അനിയും ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പലപ്പോഴുള്ള തെറ്റിദ്ധാരണകളാണ് മനുഷ്യനെ ഓരോരോ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. ആദ്യം ആര് പറയുമെന്നുള്ള ടെൻഷനായിരുന്നു ഞങ്ങൾക്കിടയിൽ. നന്ദു പറയോ ഞാൻ പറയുമെന്ന്. അത് മാറി മാറി പിന്നെ ഇനിയിപ്പോൾ എൻ്റെ കല്യാണം വരെ എത്തി കാര്യങ്ങൾ. എന്നിട്ടും ഞങ്ങൾ തമ്മിൽ പറഞ്ഞിട്ടില്ല. ഏറ്റവും വലിയ പരാജയം ഇത് തന്നെയാണ്. പരസ്പരം ഇഷ്ടമുണ്ടായിട്ടും അത് അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയാനാകാതെ മാറിപ്പോകുന്നത് വലിയൊരു പരാജയം തന്നെയാണ്.
പക്ഷേ എനിക്കെൻ്റെ വീട്ടുകാരെ സങ്കടപ്പെടുത്താൻ പറ്റില്ല. ഞാൻ എന്താ ചെയ്യുക? നന്ദുവിനെ സ്നേഹിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുമോ? നന്ദുവിനെ കല്യാണം കഴിച്ച് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന നയനേടത്തിയുടെയും നവ്യടത്തിയുടെയും അവസ്ഥയായിരിക്കില്ലേ നന്ദുവിന്? നയനേടത്തി പാവുക. നയനേടത്തി ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ പെട്ടുപോകുമ്പോൾ അതൊക്കെ കണ്ട ഞാൻ നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ശരിയാണോ? ഒരിക്കലുമല്ല. എൻ്റെ വീട്ടുകാരെ വിഷമിപ്പിച്ച് നന്ദുവിനെയും വിഷമിപ്പിച്ച് ഇങ്ങനെ ഒരു ജീവിതം വേണോ? ഇല്ല, വേണ്ട. അനാമികയെ കല്യാണം കഴിച്ച് സമാധാനത്തോടെ ജീവിക്കാം, അതല്ലാതെ വേറെ വഴിയില്ല. പക്ഷെ എത്രയൊക്കെ ആയാലും ഞാനൊരു സത്യം തുറന്നു പറയാൻ നന്ദു. നീ എന്ന് വെച്ചാൽ എനിക്ക് ജീവനാ, എൻ്റെ എല്ലാമാ നീ. എൻ്റെ എല്ലാമായ നിന്നെ ഒരിക്കലും എനിക്ക് തള്ളിക്കളയാൻ കഴിയില്ല നന്ദു. എന്നും ഇന്നും എപ്പോഴും ഏത് നിമിഷവും എൻ്റെ മനസ്സിൽ നിന്നോടുള്ള ഇഷ്ടം എപ്പോഴും ഉണ്ടാവും. അതൊരിക്കലും മാഞ്ഞു പോകത്തുമില്ല. നീ എൻ്റെ എല്ലാമാ നന്ദു എന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചൊക്കെ നിൽക്കുകയാണ് നമ്മുടെ അനി. ഭയങ്കര സങ്കടമുണ്ട്. നന്ദുവിനെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അതൊക്കെ സാധിക്കാൻ പറ്റാതെ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഈശ്വര, എനിക്ക് എന്നാലും നന്ദുവിനോടുള്ള ഇഷ്ടം അങ്ങ് പോകുന്നില്ലല്ലോ. അവളെ എനിക്ക് വേണം, എൻ്റെ എല്ലാം അവൾ. പക്ഷെ അതിനിടയിൽ കയറി വന്ന ഈ അനാമിക, ഈ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് അനി ആകെ സങ്കടപ്പെട്ട് നടക്കുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നയനയാണ്. നയനയും ആലോചിക്കുകയാണ്, ഫോട്ടോസുകളൊക്കെ കയ്യിൽ വെച്ചുകൊണ്ട്. ഈശ്വര, എന്താ ചെയ്യുക? ചേച്ചിയെ സഹായിച്ചേ പറ്റൂ. ചേച്ചി ഒരു തെറ്റും ചെയ്യാതെ ഇവൻ ചേച്ചിയെ ട്രാപ്പിൽ പെടുത്തിയിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്ത് ചേച്ചിയെ സഹായിക്കണം. അതിനാരുടെ സഹായം തേടും? അതെ, ആദർശേട്ടൻ. അതല്ലാതെ വേറൊരു വഴിയില്ല. ആദർശേട്ടനോടെല്ലാം പറയാം. അന്ന് ചേച്ചി ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ ആദർശേട്ടൻ എന്നെ കുറേ വിമർശിച്ചു, അത് മറച്ചു വെച്ചു എന്നും പറഞ്ഞ് ഇന്ന് ഈ സത്യം ആദർശേട്ടനോട് തുറന്നു പറഞ്ഞാൽ ഉറപ്പായിട്ടും ആദർശേട്ടൻ സഹായിക്കും. ഇനിയിപ്പോൾ എന്തൊക്കെ കുറ്റപ്പെടുത്തിയാലും ആദർശേട്ടനോട് തന്നെ തുറന്നു പറയാം, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. ആദർശേട്ടനല്ല അറിയണം ഈ വീട്ടിൽ അഭിയും ജലജയ അപ്പച്ചിയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആദർശേട്ടൻ അറിയണം. അതുകൊണ്ട് എൻ്റെ നവ്യേച്ചിക്ക് ഈ വീട്ടിൽ നിന്നും ഒരു പടിയിറക്കം ഉണ്ടാകാൻ പാടില്ല. മുത്തശ്ശൻ്റെ ജീവൻ രക്ഷിക്കാൻ ഇതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. എല്ലാം ചെയ്തേ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയന നേരെ ആദർശിൻ്റെ അടുത്തേക്ക് ചെല്ലും. അപ്പോൾ ആദർശ് ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആദർശേട്ടാ എന്നും പറഞ്ഞ് നയന വിളിച്ചു. എന്താ, എൻ്റെ പുന്നാര ഭാര്യ ഇവിടെ ഉണ്ടായിരുന്നോ എന്നും ആദർശിൻ്റെ ചോദ്യം. അത് കേട്ടതും ആദർശേട്ടാ, ഞാനൊരു വലിയ തെറ്റ് ചെയ്തു. ആ തെറ്റ് ഞാൻ മറച്ചു വെച്ചു എന്നും പറഞ്ഞ് ആദർശേട്ടൻ എന്നെ ഇപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ അതിനേക്കാളും വലിയൊരു പ്രശ്നം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് ആദർശേട്ടനോട് പറയാനും അതിനൊരു പരിഹാരം കാണാനോ ഞാനിപ്പോൾ വന്നത്. ആദർശേട്ടൻ എന്നെ സഹായിക്കണം. നിന്നെ സഹായിക്കാനോ? ഞാനോ? ഓ, അപ്പോൾ വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാണും അല്ലേ? ആദർശേട്ടാ, ദേ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വെറുതെ ഇങ്ങനെ എടുത്തു ചാടി ദേഷ്യപ്പെടല്ലേ. എന്താടി, എന്ത് നിനക്ക് പറയാനുള്ളത്? അത് പിന്നെ ആദർശേട്ടാ, ദേ ഈ ഫോട്ടോസുകൾ കണ്ടോ എന്നും പറഞ്ഞ് നയന ആദർശിൻ്റെ കയ്യിലേക്ക് നവ്യയുടെയും നിർമ്മലിൻ്റെയും ഫോട്ടോസുകൾ കൊടുക്കുക. അത് കണ്ടതും ആദർശ് ഞെട്ടിപ്പോയി. ഞെട്ടലോടുകൂടെ ആദർശ് നയനയെ നോക്കി. ശേ, ഇവൾ ഇത്രയ്ക്ക് വൃത്തിയായിട്ടവളായിരുന്നോ? ഈ പയ്യനുമായിട്ട് ഇവൾക്ക് അടുപ്പമുണ്ടായിരുന്നോ? എന്നിട്ട് ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണോ ഈ വീട്ടിലേക്ക് അവൾ കയറി വന്നത്? ഒരിക്കലും അല്ല ആദർശേട്ടാ. ഇത് ചേച്ചിയുടെ കൂടെ പഠിച്ച നിർമ്മലെന്ന് പറയുന്നൊരു പയ്യനാ. ഇവനിപ്പോൾ ചേച്ചിയെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. കല്യാണം കഴിച്ചില്ലെങ്കിൽ, കൂടെ ചെന്നില്ലെങ്കിൽ ചേച്ചിയെ സ്നേഹിച്ചു എന്നും ഇതുപോലുള്ള ഫോട്ടോസുകൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുമെന്നും ഒക്കെ പറഞ്ഞ് ചേച്ചിയെ ഭീഷണിപ്പെടുത്തുക. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആദർശേട്ടനെ വിളിച്ചത്. ആദർശേട്ടനോട് എല്ലാ കാര്യവും പറയാമെന്ന് പറഞ്ഞത്. നിൻ്റെ ചേച്ചിയെ വിശ്വസിക്കാൻ കഴിയില്ല. ഇനി ഈ പയ്യനാണോ നിൻ്റെ ചേച്ചിയെ ഭീഷണിപ്പെടുത്തുന്നത്, ഇല്ലെങ്കിൽ നിൻ്റെ ചേച്ചിയാണോ ഇവനെ ഭീഷണിപ്പെടുത്തുന്നതെന്ന് ആര് കണ്ടു? ഞാൻ പറയുന്നത് സത്യം ആദർശേട്ടാ. എൻ്റെ ചേച്ചി തെറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ ചേച്ചിയല്ലേ, അതുകൊണ്ട് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ആദർശേട്ടൻ വിശ്വസിക്കണം. ഉറപ്പായിട്ടും ഞാൻ പറയുന്നത് സത്യമാണ്. എൻ്റെ ചേച്ചി ഒരു തെറ്റും ചെയ്യാത്തത് കൊണ്ടാണ് ഇന്ന് ഈ ഫോട്ടോസുകൾ എൻ്റെ കയ്യിൽ കിട്ടിയത്. ചേച്ചി അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഫോട്ടോസുകൾ നമ്മുടെ കയ്യിൽ എത്തില്ലായിരുന്നു ആദർശേട്ടാ. അതുകൊണ്ട് ആദർശേട്ടനൊന്ന് ചിന്തിച്ചു നോക്ക്. എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ മുത്തശ്ശൻ അത് സഹിക്കാൻ പറ്റില്ല. മുത്തശ്ശന് വേണ്ടി എല്ലാം സഹിച്ചും ക്ഷമിച്ചും കടിച്ചും പിടിച്ചും ജീവിക്കുക ഞാൻ. അങ്ങനെയുള്ളപ്പോൾ ഈ കാര്യം കൂടെ അറിഞ്ഞാൽ മുത്തശ്ശൻ തകർന്നു പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദർശേട്ടൻ വിശ്വസിക്കണം. ഒരിക്കലും ഞാൻ പറയുന്നത് കള്ളമല്ല ആദർശേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ആദർശനോട് പറയാം. ആദർശേട്ടൻ്റെ അനിയത്തിക്കാണ് ഇങ്ങനെയൊന്നും സംഭവിച്ചിരുന്നെങ്കിൽ ആദർശേട്ടൻ സഹായിക്കില്ലേ? ഒരിക്കലും എൻ്റെ അനിയത്തിക്ക് ഇങ്ങനെ സംഭവിക്കില്ല. ആര് പറഞ്ഞു സംഭവിക്കില്ല എന്ന്? കഴുകൻ്റെ കണ്ണുകളുള്ള ഒരുത്തൻ അനിയത്തിയെ പറഞ്ഞ് പറ്റിച്ചാലോ? അനിയത്തിയുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി ഇങ്ങനെ കള്ളങ്ങൾ കാണിച്ചാൽ ഉറപ്പായിട്ടും പാവം പെണ്ണുങ്ങൾ വീണു പോവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദർശേട്ടൻ്റെ സ്വന്തം കൂടപ്പറപ്പിനെ പോലെ കണ്ട് എൻ്റെ ചേച്ചിയെ സഹായിക്കണം. എന്തായാലും ഇവനെതിരെ ഞാനൊരു കടുത്ത തീരുമാനം എടുത്തിട്ടുണ്ട്. എൻ്റെ ചേച്ചിയെ ശല്യം ചെയ്യുന്ന ഇവൻ ഇനി ഒരിക്കലും എൻ്റെ ചേച്ചിയെ ശല്യം ചെയ്യാൻ പാടില്ല. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും.
അതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ കൂടെ ഉണ്ടായാൽ അത്രയും നല്ലത്. ആദർശേട്ടൻ്റെ സഹായം ഞാൻ പ്രതീക്ഷിച്ചു. കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കുക ആദർശേട്ടാ എന്നും പറഞ്ഞ് നയന അങ്ങ് പോയി. നയന പോയി കഴിഞ്ഞതും ഇവൾ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവളുടെ കൂടെ നിൽക്കും. പക്ഷേ ഇതിപ്പോൾ എന്ത് ചെയ്യും? മുത്തശ്ശനോ മുത്തശ്ശിയോ ഈ വീട്ടിലുള്ള ആരെങ്കിലും ഇതറിഞ്ഞാൽ ഉറപ്പായിട്ടും നവ്യ ഇവിടുന്ന് പുറത്താക്കും. എന്താ ചെയ്യുക? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശ് നിൽക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അതേ പ്രേക്ഷകരെ, നിർമ്മലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നിർമ്മലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അഭിയാണ് എന്നറിഞ്ഞാൽ ഉറപ്പായിട്ടും അഭിക്കിന് ജീവിക്കാനുള്ള അർഹതയില്ല. അപ്പോൾ തീർച്ചയായിട്ടും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.